അപ്പോൾ വണ്ടി കണ്ടപ്പോൾ എടുത്തത് സന്തോഷമായി. ഇനിയിപ്പോൾ ഒരു വർഷത്തേക്ക് ഡ്രൈവർക്ക് തിരിഞ്ഞു നോക്കണ്ട. പുതിയ ട്രailer അല്ലെങ്കിൽ നമ്മൾ സത്തേന്ന് പറയുന്നു, എല്ലാ ടയറും പുതിയത്. ഓക്കെ, 1 ലക്ഷം ഓടും കേട്ടോ. ഈ പുതിയ ടയറൊക്കെ ഇവിടെ 1 ലക്ഷം വരെയൊക്കെ നമുക്ക് ഇനി ഡ്രൈവറിന് ഒരു മുഷ്കിലുമില്ല. എല്ലാം പുതിയത്. 0 മീറ്റർ, സത്ത 0 മീറ്റർ, വണ്ടി 0 മീറ്റർ, വണ്ടിയുടെ രാസിൻ്റെ യൂണിറ്റിൻ്റെ ടയർ 0 മീറ്റർ. നിങ്ങൾക്കറിയാവൂ കൂട്ടുകാരെ, ഇവിടുത്തെ ഇതൊക്കെ ഒരു 2 ലക്ഷം, ഒരു 3 ലക്ഷം കിലോമീറ്ററൊക്കെ ഓടും. 2 ടയർ ഉണ്ടല്ലോ ഇതൊക്കെ. അത് കഴിഞ്ഞാൽ മാറത്തുള്ളൂ. 2 ലക്ഷം 3 ലക്ഷമൊക്കെ കവർ ചെയ്യും. അത് ഓടിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. പിന്നെ ലോഡ് എപ്പോഴും ടയറിൻ്റെ തേയ്മാനം, ഡ്രൈവർ ഓടിയത്, ബ്രേക്കിങ്, പിന്നെന്തുവാ ലോഡ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇത് കണ്ട, ഇത് ഫ്രണ്ടിലെയാണ്, ഇതും ഫ്രണ്ടിലെയാണ്. ഈ ടയർ കണ്ട, ഇത് നമുക്ക് 1 വർഷത്തിൽ ഇവിടെ മാറും കേട്ടോ. ഇതൊക്കെ 1 വർഷത്തിൽ മാറും. അല്ലെ 1 ലക്ഷം കിലോമീറ്ററിൽ ഫ്രണ്ടിലെ ടയർ ഇവിടെ മാറ്റി കൊടുക്കും. അപ്പം ഞാൻ വീഡിയോ കണ്ടപ്പോൾ എടുത്താൽ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞുതരാം. ഈ ഡ്രൈവറിന് ഇനി 1 വർഷം ഒരു പ്രശ്നമില്ലാതെ ഓടിക്കാം. അപ്പോൾ വീഡിയോ ഒത്തിരി സന്തോഷമായി. വണ്ടി കണ്ടപ്പോൾ എല്ലാം 0 മീറ്റർ. വേണ്ട സ്റ്റെപ്പിന് 0 മീറ്റർ വേണ്ട, സ്റ്റെപ്പിന് വേണ്ട, 2 സ്റ്റെപ്പിന് 0 മീറ്റർ. ഓക്കെ, ഒന്ന് എപ്പോഴും സ്റ്റെപ്പിന് 1 യൂണിറ്റിന് വേണ്ടി കൊടുക്കും, 1 ടയർ കേട്ടോ. 1 ടയർ യൂണിറ്റിന് വേണ്ടി, 1 ടയർ ട്രailerന് വേണ്ടി. അപ്പോൾ ടയർ തമ്മിൽ വ്യത്യാസമുണ്ട്, സൈസിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വണ്ടികൾ കിട്ടിയാൽ, അല്ലെങ്കിൽ കിട്ടിയാൽ എന്ത് സന്തോഷമായിരിക്കും അല്ലയോ. നമുക്ക് തുടക്കത്തിൽ ഇങ്ങനെയുള്ള വണ്ടി കിട്ടിയാലേ 12 ടയറും പുതിയത് കിട്ടിയാൽ എന്ത് സന്തോഷമായിരിക്കും അല്ലയോ, രാസിൻ്റെയും അത്തയുടെയും. ഓക്കെ, അപ്പോൾ ആയിക്കോട്ടെ. ഇനി നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് പറ. അപ്പോൾ ഈ ഡ്രൈവറെ കണ്ടപ്പോൾ ഞാൻ എടുത്തതേ ഉള്ളൂ കേട്ടോ. ഒത്തിരി സന്തോഷമായി. നമുക്കിങ്ങനെ 0 മീറ്റർ വണ്ടിയും 0 മീറ്റർ ടയറും ഒക്കെ കിട്ടിയാൽ ഒത്തിരി സന്തോഷമായി. പിന്നെ 1 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. താങ്ക് യു.